ഹരിതേ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ എന്ത് പറഞ്ഞെന്നോ? എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ചതിയോ? എന്ത് ചതി? എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെയുള്ള ഈ അഭിനയം ഉണ്ടല്ലോ, സമ്മതിക്കണം. ഹരിതേ, നീ എന്തൊക്കെ ഭ്രാന്ത വിളിച്ചു പറയുന്നേ? ഭ്രാന്ത് എനിക്കല്ല, ഈ നിൽക്കുന്ന സ്ത്രീക്കാ. കൊന്നൊടുക്കാനുള്ള ഭ്രാന്ത്. ഹരിതേ, നിന്റെ ഭർത്താവിനെ പോലെ നീയും തുടങ്ങിയോ? ഞാൻ പറയാൻ കാര്യങ്ങള്. ഇത്രയും നാൾ ഇവര് ഗർഭചികിത്സ എന്ന് പറഞ്ഞ ഹരിതയ്ക്ക് കൊടുത്തോണ്ടിരുന്നത് യഥാർത്ഥ മരുന്നുകളല്ല, വിഷമാ. സ്ലോ പോയിസൺ, പയ്യെ പയ്യെ ജീവൻ എടുക്കുന്ന വിഷം. അമ്മ, ഇവരെന്തൊക്കെ പറയുന്ന? ഞാൻ ഹരിതേ. മതി പൂങ്കണ്ണീരൊക്കെ. ഹരിത എന്നെ തെന്നി വീണപ്പോ സങ്കടം കൊണ്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കൂടെ പറഞ്ഞ വന്ദനേച്ചോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതിൽ ഉരുകി ഉരുകി നടക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ഇവരെന്റെ കുഞ്ഞിനെ. നിർത്ത്. എന്റെ മോള് നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ മരുന്ന് കൊടുത്തെന്നോ? അവള് തന്ന മരുന്നുകളൊക്കെ മാധവേട്ടന്റെ അമ്മ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആയുർവേദ കൂട്ടുകളാ. ആ മരുന്ന് കഴിച്ച കുഞ്ഞുങ്ങളൊക്കെ മരിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്നും എന്റെ മാധവേട്ടന്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കില്ലായിരുന്നു. ഞാൻ പ്രസവിച്ച 5 മക്കൾക്കും ഇതേ ചികിത്സയും ഇതേ ആയുർവേദ കൂട്ടുകളാ തന്നിരുന്നത്. ഞാൻ ഗോകുലിനെ പ്രസവിച്ചപ്പോഴും ഇതേ മരുന്നുകൾ തന്നെയായിരുന്നു. ഇപ്പൊ അതൊക്കെ വിഷമാണെന്ന് പറഞ്ഞാ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മനോജ്, ഇനി ആരെയും കഷ്ടപ്പെട്ട് വിശ്വസിപ്പിക്കാൻ നിൽക്കണ്ട. ഇവിടെ ഡോക്ടർ പറയുന്നൊന്നും അല്ല ശരി. നിന്റെ വന്ദനേച്ചിയുടെ വാക്ക് അവസാനത്തേത്. എനിക്കൊന്നും കേൾക്കണ്ട. മനോജെ, നിന്റെ സ്വന്തം സഹോദരി നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയെന്ന് ആരെങ്കിലും പറഞ്ഞാ നീ അതങ്ങ് വിശ്വസിക്കുമല്ലേ? അച്ഛാ, ഇത് പറഞ്ഞു ജോത്സ്യനല്ല, ഡോക്ടറാ. അപ്പൊ ഡോക്ടർ പറഞ്ഞാ നീ നിന്റെ സ്വന്തം അച്ഛനെയും അവിശ്വസിക്കുമല്ലേ? അച്ഛാ, എടാ, സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും സ്നേഹം മനസ്സിലാക്കാത്ത ഒരുത്തനും ഭാര്യയുടെയും മക്കളുടെയും സ്നേഹം അനുഭവിച്ചിട്ടില്ല. എന്റെ മോള് ഗർഭിണിയായിരുന്നിട്ടും നിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ മുറതെറ്റാതെ നോക്കിയവളാ. അവളെ നീ ആക്ഷേപിച്ചാലുണ്ടല്ലോ, ഈ മാധവന്റെ മറ്റൊരു മുഖം നീ കാണും. അച്ഛാ, വേണ്ട. വിഷമിക്കല്ലേ.